എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആട്ടോ. അപ്പം കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ ഞാൻ എന്നാലും പെട്ടെന്ന് പറയാം. അപ്പം കുറേ പേര് DM ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന്. ടൈം ബോക്സിൽ നമുക്ക് കിട്ടുന്ന പൈസ എങ്ങനെ വിഡ്രോ ചെയ്യണമെന്നാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, $5 ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും ചെയ്യാൻ. $5 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ID വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത് ഈ നമ്മുടെ മണി വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നന്നായിട്ട് നിങ്ങൾക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം മനസ്സിലാവാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ പേയ്മെൻറ്റ് മെത്തേഡിൽ ബാങ്ക് ട്രാൻസ്ഫർ, ഇത് ഞാൻ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ കാര്യമായിട്ടാണ് പറയണത്. ബാങ്ക് ട്രാൻസ്ഫർ എന്ന് ഉള്ളിടത്ത് തന്നെ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഈ PDF പോലെ ഒരു സംഭവം എടുത്ത് ഇൻഫോം ചെയ്ത് നോക്കാം. അവർ ഞാനിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം, അത് അവർ കാണിച്ചിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് നിങ്ങൾ ആദ്യം എടുത്തിട്ട് അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയും മനസ്സിലാവാത്തവർക്കാണ് ഞാൻ പറയാം. അതായത് ഇപ്പം നിങ്ങൾക്ക് $5 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ടൈം ബോക്സിൻ്റെ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഒരു മെസ്സേജ് ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് സെൻഡ് ചെയ്ത് കാണിക്കും. ആ പേയ്മെൻറ്റ് സെൻഡ് ആവുന്നത് നിങ്ങൾക്ക് $5 ആയി കഴിഞ്ഞാണ്. $5 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നെക്സ്റ്റ് പേ ഔട്ട്, അതായത് നെക്സ്റ്റ് പേ ഔട്ട് എന്നൊരു ടൈമർ കാണും. ആ ടൈമറിൽ സമയം തീരുമ്പോൾ മാത്രമേ പേ ഔട്ട് അവർ നമുക്ക് സെൻഡ് ചെയ്യത്തുള്ളൂ. ആ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സെൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജിൽ ഒരു മെസ്സേജ് കാണും. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ഇത്ര പേയ്മെൻറ്റ് സെൻഡ് ആക്കിയെന്ന് കാണും. അതിനുശേഷം നിങ്ങൾ സൈഡിൽ ഒരു ബാറുണ്ട്. ആ ബാറിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സെൻഡിങ് എന്നോ പെയ്ഡ് എന്നോ കാണും. പെയ്ഡ് എന്ന് കാണിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക, റെസിപ്റ്റ് കാണും. സെൻഡിങ് എന്ന് കാണിച്ചാൽ സെൻഡ് ആവണേ ഉള്ളതെന്നാണ് അർത്ഥം. അതിനുശേഷം സെൻഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ടൈമർ ഇതിൻ്റെ അകത്ത് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിലിൽ ഒരു നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ആ മെയിൽ വരുന്ന സമയത്ത് ചിലരുടെ ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം അനുസരിച്ചിരിക്കും. അതായത് നമ്മൾ ഇന്ത്യൻ ബാങ്ക്, SBI അവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ വരും. ചിലരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെയാണ് വരുന്നത്. ചിലർക്ക് ഡിലേ വരാം, പക്ഷെ വരും. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടൈം ബോക്സിൻ്റെ കോണ്ടാക്റ്റ് ചെന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞുതരും. ഓക്കെ, വരുന്ന സമയത്ത് നിങ്ങൾ നേരെ അവിടെ മെയിലിൽ പോയിട്ട് അവർ പറയും നിങ്ങൾക്കൊരു OTP മെയിലയക്കും. ആ മെയിലിൽ OTP നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് പറയും, അതായത് എടുത്ത് വെക്കണമെന്ന് പറയും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ മെയിൽ ബോക്സിൽ നിന്ന് തന്നെ മെയിൽ ബോക്സിൻ്റെ OTP പറയുമല്ലോ, അതിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ മുകളിൽ മെയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് 3 സ്വൈപ്പ് ചെയ്യാതെ തന്നെ ജസ്റ്റ് കാണാൻ പറ്റുമല്ലോ ഈ മെയിലിൽ വരുന്ന OTP. അതെടുത്ത് നിങ്ങൾ ഇവിടെ കൊണ്ട് വെക്കുക. നിങ്ങൾ ബാക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് OTP വർക്ക് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ബാക്ക് ഇറങ്ങാതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കും ബാങ്ക് ട്രാൻസ്ഫർ ആണോ UPI ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കും. അപ്പം ബാങ്ക് ട്രാൻസ്ഫർ വേണമെന്നുള്ളൊരു ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് IFSC കോഡും കാര്യങ്ങളും കൊടുത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക. UPI ട്രാൻസ്ഫർ ആണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ UPI ID ചോദിക്കും. അപ്പം നമ്മൾ അറിയാമല്ലോ, UPI ID നേരെ നമ്മുടെ ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ചെന്ന് UPI ID കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പം തന്നെ മിനിറ്റ് വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ വരും. അപ്പം തന്നെ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് വരും, അതേപോലെ മെയിലിലും മെസ്സേജ് വരും. അങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നത്. ഇത് $5 ആയവർ മാത്രമേ ചെയ്യാവൂ, അല്ലാത്തവർക്ക് അപ്ഡേറ്റ് ആവത്തില്ല. അതുപോലെ അതിൻ്റെ ID നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം, അല്ലാതെ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ പേര് എനിക്ക് DM ചെയ്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ കറക്റ്റിന് ചെയ്യുക. കറക്റ്റിന് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. എല്ലാവർക്കും $5 ആവട്ടെ, പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യൂ. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യൂ, പൈസ ഒരുപാട് കിട്ടും. ടാറ്റാ.